ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജയം ജയം യേശുവിൻ രക്തത്താൽ ജയം 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 ഹല്ലേലൂയ രക്തത്താൽ ജയം ജയം യേശുവിൻ രക്തത്താൽ ജയം 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 സൗഖ്യദായകൻ യഹോവ റാഫയാകയാൽ ഒന്നുമേ ഭയന്നിടാതെ പോയിടും. എന്റെ സൗഖ്യദായകൻ യഹോവ റാഫയാകയാൽ ഒന്നുമേ ഭയന്നിടാതെ പോയിടും. രോഗഭീതിയില്ലിനി രക്തമെന്റെ കോട്ടയാൽ നിർഭയം നിരാമയം വസിക്കും ഞാൻ. രോഗഭീതിയില്ലിനി രക്തമെന്റെ കോട്ടയാൽ നിർഭയം നിരാമയം വസിക്കും ഞാൻ. ഹല്ലേലൂയ രക്തത്താൽ ജയം ജയം യേശുവിൻ രക്തത്താൽ ജയം 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 ഹല്ലേലൂയ രക്തത്താൽ ജയം ജയം യേശുവിൻ രക്തത്താൽ ജയം 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 വരുവതൊന്നിലും ഭയപ്പെടില്ല ഞാൻ. കരുതിടാമെന്നേറ്റവൻ യഹോവ ഈരയാകയാൽ വരുവതൊന്നിലും ഭയപ്പെടില്ല ഞാൻ. കരുതിടുമെനിക്കവൻ വേണ്ടതെല്ലാം അനുദിനം നിർഭയം നിരാമയം വസിക്കും ഞാൻ. കരുതിടുമെനിക്കവൻ വേണ്ടതെല്ലാം അനുദിനം നിർഭയം നിരാമയം വസിക്കും ഞാൻ. ഹല്ലേലൂയ രക്തത്താൽ ജയം ജയം യേശുവിൻ രക്തത്താൽ ജയം 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 ഹല്ലേലൂയ രക്തത്താൽ ജയം ജയം യേശുവിൻ രക്തത്താൽ ജയം 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 യഹോവ ശമ്മ കൂടെ എന്നുമുള്ളതാ. ഇതുവരെ നടത്തിയോ ഏബനേസരാകയാൽ യഹോവ ശമ്മ കൂടെ എന്നുമുള്ളതാ. കൊടിയുയർത്തും ശത്രുവിൻ മുൻപിൽ യഹോവ നിസി നിർഭയം നിരാമയം വസിക്കും ഞാൻ. കൊടിയുയർത്തും ശത്രുവിൻ മുൻപിൽ യഹോവ നിസി നിർഭയം നിരാമയം വസിക്കും ഞാൻ. ഹല്ലേലൂയ രക്തത്താൽ ജയം ജയം യേശുവിൻ രക്തത്താൽ ജയം 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 ഹല്ലേലൂയ രക്തത്താൽ ജയം ജയം യേശുവിൻ രക്തത്താൽ ജയം 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 സർവശക്തനായ
എലോഹീം അവൻ, സർവമുഴങ്കാലും മടങ്ങിടുമേ. സർവശക്തനായവൻ യഹോവ എലോഹീം അവൻ, സർവമുഴങ്കാലും മടങ്ങിടുമേ. സർവനാമമേകമായി ഏറ്റു ചൊല്ലുമേ അവൻ, സർവരാലും വന്ദിതൻ മഹോന്നതൻ. സർവനാമമേകമായി ഏറ്റു ചൊല്ലുമേ അവൻ, സർവരാലും വന്ദിതൻ മഹോന്നതൻ. ഹല്ലേലൂയ, രക്തത്താൽ ജയം ജയം, യേശുവിൻ രക്തത്താൽ ജയം ജയം ജയം. ഹല്ലേലൂയ, രക്തത്താൽ ജയം ജയം, യേശുവിൻ രക്തത്താൽ ജയം ജയം ജയം. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി കർത്താവിൻ്റെ വചനവുമായി ദൈവജനത്തിൻ്റെ മുമ്പിൽ നിൽപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം തന്ന കൃപയോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തിരുവചനത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കാം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം. എല്ലാവരും വിസ്മയം പൂണ്ടു ദൈവത്തെ മഹത്വപ്പെടുത്തി ഭയം നിറഞ്ഞവരായി, ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞു. ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞു. ഭയം നിറഞ്ഞവരായി. ഒരു അത്ഭുതത്തിന് സാക്ഷികളായ വലിയൊരു കൂട്ടം ജനം, അവരുടെ ഉള്ളിൽ ആ അത്ഭുതം നടന്നു കഴിഞ്ഞപ്പോൾ ഭയം നിറഞ്ഞു. മനുഷ്യൻ്റെ ഉള്ളിൽ ഭയം നിറഞ്ഞു. അവരുടെ ഉള്ളിൽ നിന്ന് അവർ പറഞ്ഞു, ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടു. അവർ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ പരസ്പരം പറയുകയാണ്, ഇതുപോലൊരു കാഴ്ച നാം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഇത് അപൂർവങ്ങളിൽ അപൂർവമായി സംഭവിക്കുന്ന, വളരെ വിരളമായി സംഭവിക്കുന്ന ഒരു അടയാളം അല്ലെങ്കിൽ ഒരു അത്ഭുതമാണ്. എന്താണ് ഈ അത്ഭുതം? ഏതാണ് ഈ അത്ഭുതം? അത് പുതിയ നിയമത്തിൽ 3 സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു ചെയ്ത ഒരത്ഭുതമാണ്. അത് മത്തായി ശ്ലീഹയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം മുതൽ നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാം. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ, അഥവാ 1-ാം വാക്യം മുതൽ 12-ാം വാക്യം വരെ വായിക്കുമ്പോൾ കാണാം. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിലും നമുക്ക് ഈ അത്ഭുതം കാണാം. അവിടെയെല്ലാം പറയുന്ന ആ ജനം ഈ അത്ഭുതം കണ്ട് മടങ്ങിപ്പോകുമ്പോൾ അവർ പറയുന്ന വാക്കുകൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഇങ്ങനെ നാം ഒരു നാളും കണ്ടിട്ടില്ല. എല്ലാവരും വിസ്മയിച്ചു. ഇങ്ങനെ നാം ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. തൊട്ട് മുമ്പ് നാം വായിച്ചത് അവർ ഭയം നിറഞ്ഞവരായി അപൂർവ കാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞു, ദൈവത്തെ മഹത്വപ്പെടുത്തി. ഈ 3 സ്ഥലത്തും ദൈവത്തെ മഹത്വപ്പെടുത്തിയത് പറയുന്നുണ്ട്. അവർ ആശ്ചര്യപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അവരുടെ ഉള്ളിൽ ഭയം നിറഞ്ഞവരായി എന്ന് പറയുന്നുണ്ട്. ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത അത്ഭുത കാര്യങ്ങളെ, അപൂർവ കാര്യങ്ങളെ, ഒരു നാളും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളെ കണ്ടു എന്ന് അവർ പറയുകയുണ്ടായി. ഏത് അത്ഭുതമാണ് കർത്താവായ യേശുക്രിസ്തു ചെയ്തപ്പോൾ ഈ ജനം ഇങ്ങനെ പറഞ്ഞത്? നമുക്കറിയാം. അത് മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാം. ഒരു പക്ഷപാതക്കാരനായ തളർവാദ രോഗി, എഴുന്നേറ്റ് നടക്കാൻ കഴിവില്ലാത്ത, ശരീരത്തിൻ്റെ കാലുകൾക്ക് ശേഷിയില്ലാത്ത ഒരു മനുഷ്യനെ എഴുന്നേറ്റ് നടക്കുന്നത് കണ്ടപ്പോൾ ജനം പറഞ്ഞ വാക്കാണ്. എന്നാൽ അതിൻ്റെ അർത്ഥത്തിലേക്ക്, അതിൻ്റെ ആത്മീയമായ ചില കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം മുതൽ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കപർന്നഹൂമിൽ ചെന്നു. അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി. ഉടനെ വാതിൽക്കൽ പോലെ ഇടവില്ലാത്തവണ്ണം പലരും വന്നുകൂടി. അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. കർത്താവായ യേശുക്രിസ്തു കപർന്നഹൂമിലെ ഒരു വീട്ടിൽ, നാം വായിക്കുമ്പോൾ ചില ചരിത്രങ്ങളൊക്കെ വായിച്ചാൽ മനസ്സിലാകും ഇത് പത്രോസ് ശ്ലീഹായുടെ വീടാണ് എന്നെല്ലാം പറയുന്നുണ്ട്. ആ വീട്ടിൽ കർത്താവായ യേശുക്രിസ്തു വന്നു. യേശു വന്നപ്പോൾ തന്നെ വലിയൊരു കൂട്ടം ജനം അവിടെ വന്നു. അവർ വന്നത് എന്തിനാണ്? വചനം കേൾക്കേണ്ടതിന്. നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. യേശുക്രിസ്തു വന്നുകൂടിയ ജനത്തോട് തിരുവചനം സംസാരിച്ചു. യേശു കൂടുന്നിടത്ത്, യേശു വരുന്നിടത്ത് ജനം തടിച്ചു കൂടുന്നു. യേശു അവരോട് തിരുവചനം സംസാരിക്കുന്നു. അടുത്ത വാക്യം നമുക്ക് വായിക്കാം. അപ്പോൾ
4 ആൾ ഒരു പക്ഷപാതക്കാരനെ ചുമന്ന് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ 4 ആളുകൾ 4 പേർ ചേർന്ന് ഒരു പക്ഷപാതക്കാരനെ ചുമന്ന് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു ഈ കഫർന്നഹൂമിലെ വീട്ടിലുണ്ട് എന്ന് മറ്റുള്ളവർ പറഞ്ഞു കേട്ടു. അപ്പോൾ ചുറ്റുപാട് നിന്നും ആളുകൾ ഈ വീട്ടിലേക്ക് ഓടിക്കൂടുകയാണ്. കാരണം യേശു വന്നിരിക്കുന്നു. യേശുവിൻ്റെ നാവിൽ നിന്നുള്ളതായ വചനം കേൾക്കുവാൻ, യേശു ചെയ്യുന്നതായ അത്ഭുതങ്ങൾ കാണുവാൻ ജനം നാലുപാട് നിന്നും ഓടിക്കൂടി. അന്ന് എന്തെല്ലാം തിരക്കുണ്ടെങ്കിലും ജനം ഈ വചനം കേൾക്കേണ്ടതിന് യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടി വരികയാണ്. ഇത് പറയുമ്പോൾ ചില ആശയങ്ങൾ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. ഇവിടെ യേശു കൂടി വരുന്നിടത്ത്, യേശു ചേർന്ന് വരുന്നിടത്ത് ജനം ഓടി വരികയാണ്. ആ ജനം പരസ്പരം സംസാരിക്കുകയാണ്, യേശു ഇന്ന വീട്ടിലുണ്ട്, കർത്താവ് ഇന്ന വീട്ടിൽ വന്നിട്ടുണ്ട്. ഉടനെ അവർ പുറപ്പെടുകയാണ്. ആ യേശുവിനെ കേൾക്കുവാൻ, യേശുവിൻ്റെ അടുക്കിലേക്ക് വരുവാൻ ജനം ഓടി പുറപ്പെടുകയാണ്. അങ്ങനെ ജനം ഇങ്ങനെ ഓടുമ്പോഴാണ് വഴിയരികിലാകാം ഒരു മനുഷ്യൻ കിടന്ന കിടപ്പ് കിടക്കുകയാണ്. ഒരു പക്ഷപാതക്കാരൻ കിടക്കുകയാണ്. അവൻ എഴുന്നേറ്റ് നടക്കാനുള്ള കെൽപ്പില്ല. ഒരു പക്ഷേ അവൻ കാണുന്നുണ്ട് ആളുകൾ ഈ പോകുന്നതെല്ലാം. ആളുകൾ വർത്തമാനം പറഞ്ഞുകൊണ്ട് എന്തോ വലിയ കാര്യം സംഭവിച്ചത് കേൾക്കുന്നത്, അല്ലെ പറയുന്നത്, പരസ്പരം സംസാരിക്കുന്നതെല്ലാം കേട്ടുകൊണ്ട് ഈ മനുഷ്യൻ അവിടെ കിടക്കുന്നുണ്ട്. അവൻ ഒരു പക്ഷേ ആരെയെങ്കിലും വിളിച്ച് ചോദിച്ചു കാണും, ഇത് എങ്ങോട്ടാണ് നിങ്ങളെല്ലാവരും പോകുന്നത്? അപ്പോൾ അവർ പറഞ്ഞു കാണും, ഞങ്ങൾ യേശുവിൻ്റെ അടുക്കിലേക്കാണ് പോകുന്നത്. ഇവിടെ കഫർന്നഹൂമിലെ ഇന്ന വീട്ടിൽ യേശു വന്നിട്ടുണ്ട്, ഞങ്ങൾ യേശുവിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്. അവൻ്റെ ഹൃദയത്തിൽ ഒരു പക്ഷേ ആഗ്രഹം വന്ന് കാണാം, എനിക്കും ആ വീട്ടിലൊന്ന് ചെന്നിരുന്നെങ്കിൽ, എനിക്കും യേശുവിനെ ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. പല അത്ഭുതങ്ങളും യേശു ചെയ്തതിനെക്കുറിച്ച് ഒരുപക്ഷെ ഇവൻ കേട്ടിട്ടുണ്ടാകാം, നമുക്കറിഞ്ഞുകൂടാ. ദൈവമക്കളെ, എന്നാൽ അവിടെ ആ ഓടിക്കൂടുന്ന ജനത്തിൽ ഒരു 4 പേര് അവർ പോകുന്ന വഴിക്ക് കണ്ട കാഴ്ച ഈ പക്ഷപാതക്കാരൻ കിടക്കുന്ന കിടപ്പാണ്. അവർക്ക് തോന്നി, ഇവനെയും കൂടി അങ്ങ് കൊണ്ടുപോയാൽ യേശു ഒരത്ഭുതം പ്രവർത്തിക്കും. ഞാൻ എൻ്റെ മനസ്സിൽ വന്ന ഒരാശയം നിങ്ങളോട് പറയട്ടെ. ആ 4 പേർ മുഖാന്തരം ഒരു മഹാത്ഭുതം ആ വീട്ടിൽ സംഭവിച്ചു. യേശുവിന് അത്ഭുതം പ്രവർത്തിക്കാനുള്ളതായ ഒരു മുഖാന്തരം ഈ 4 പേര് മുഖാന്തരം ഉണ്ടായി. ദൈവമക്കളെ, നമ്മൾ മുഖാന്തരം ജനത്തിന് അത്ഭുതം ലഭിക്കുവാൻ തക്കവണ്ണം, ജനത്തിന് ഇന്ന് അപൂർവ കാര്യങ്ങളെ കണ്ടു എന്ന് പറയുവാൻ തക്കവണ്ണം, യേശുക്രിസ്തുവിന് നമ്മിൽ മറ്റുള്ളവരിൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ നമ്മൾ ഒരു മുഖാന്തരമായി തീർന്നിട്ടുണ്ടോ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. അതോ നമ്മൾ മുഖാന്തരം യേശുക്രിസ്തുവിൻ്റെ നാമം മറ്റുള്ളവരുടെ മുന്നിൽ അത് മോശമാവുകയാണോ ചെയ്തത്? ദൈവത്തിൻ്റെ നാമം മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളുടെ വാക്കുകളോ നമ്മുടെ പ്രവൃത്തികളോ നമ്മുടെ ചിന്തകളോ മുഖാന്തരം, നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ളതായ പെരുമാറ്റം മുഖാന്തരം അത് ചീത്തയാവുകയാണോ ചെയ്തത്? ദൈവനാമം ദുഷിക്കപ്പെടുകയാണോ ചെയ്തത്? അതോ ജനത്തിൻ്റെ മുമ്പിൽ യേശുക്രിസ്തുവിൻ്റെ നാമം നമ്മുടെ പ്രവൃത്തികൾ മുഖാന്തരം അത് മഹത്വപ്പെടുകയാണോ ചെയ്തത്? നോക്കൂ, കർത്താവായ യേശുക്രിസ്തുവിന് ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നതിനുള്ള ഒരു വഴി ഈ 4 പേര് മുഖാന്തരം ഉണ്ടായി. അവർക്ക് തോന്നി, ഈ മനുഷ്യനെ, ഈ നടക്കാൻ കെൽപ്പില്ലാത്ത മനുഷ്യനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുപോകണം. യേശുവിൻ്റെ അടുക്കൽ ചെന്നാൽ ഒരു പ്രതിവിധിയുണ്ട്, അതിനൊരു പരിഹാരമുണ്ട്. ഏത് വിഷയമാണെങ്കിലും ദൈവമക്കളെ, ഇതൊരു പരമസത്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏത് പ്രശ്നമുണ്ടെങ്കിലും, എന്ത് പ്രയാസമുണ്ടെങ്കിലും നിങ്ങൾക്ക് തുറന്നു പറയാൻ കൊള്ളാവുന്ന ഒരു വ്യക്തിയാണ് കർത്താവായ യേശുക്രിസ്തു. എല്ലാ വിഷയങ്ങളും കർത്താവ് അങ്ങ് പരിഹരിച്ചു തരുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം അതെനിക്ക് അറിഞ്ഞുകൂടാ. യേശു ആഗ്രഹിക്കുന്നെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ, ദൈവത്തിൻ്റെ ഇഷ്ടമാണ് എങ്കിൽ പ്രശ്നത്തിന് പരിഹാരം വരിക തന്നെ ചെയ്യും. കർത്താവ് തന്നെ പ്രാർത്ഥിക്കുന്നത്, എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ എന്നാണ്. ദൈവഹിതമെങ്കിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ദൈവമക്കളെ, എന്നാൽ നമ്മുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം വന്നില്ലെങ്കിലും നമ്മുടെ ഹൃദയത്തിന് ആശ്വാസവും, നമ്മുടെ ഹൃദയത്തിൽ അത്ഭുതവും, നമ്മുടെ ഹൃദയത്തിൽ ആശ്ചര്യവും ദൈവ സാന്നിധ്യവും നൽകുന്നതായ ഒരു അനുഭവമാണ് നാം യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുക എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പല വിശുദ്ധന്മാരുടെ അടുക്കിലേക്ക് പോയിട്ടുണ്ടാകാം, പല മനുഷ്യരുടെ അടുക്കിലേക്ക് പോയിട്ടുണ്ടാകാം. ആത്മീയമായി ചിലപ്പോൾ നല്ല ഉന്നത നിലവാരത്തിൽ ജീവിക്കുന്നവരും നല്ല സാര ഉപദേശങ്ങൾ തിരുവചനത്തിൽ നിന്ന് തരുന്നവരും ആയിട്ടുള്ള വ്യക്തികളെയൊക്കെ നമുക്ക് പരിചയമുണ്ടാകും. അവരുമായിട്ടൊക്കെ നമ്മൾ സമ്പർക്കത്തിലാണ്, അവരുടെ അടുക്കലൊക്കെ നമ്മൾ പോകാറുണ്ട്. എന്നാൽ വ്യക്തിപരമായി എൻ്റെ ആവശ്യങ്ങളുമായി, എൻ്റെ ജീവിതത്തിലെ കാര്യങ്ങളുമായി, ഞാൻ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ പാപമോ ആയിട്ട് ഞാൻ എപ്പോഴെങ്കിലും എൻ്റെ യേശുവിൻ്റെ സന്നിധിയിൽ പോയിരുന്നിട്ടുണ്ടോ? നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. നാം എപ്പോഴും ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ, ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരുന്നതായ ഒരു സ്വഭാവത്തിന് നമ്മൾ ഉടമകളാണോ? അതോ ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമ്പോഴേക്കും ഏതെങ്കിലും ദൈവപൈതലിൻ്റെ അടുക്കിലേക്കോ ദൈവമക്കളുടെ അടുക്കിലേക്കോ ചെല്ലുന്നതായ ഒരു അനുഭവമാണോ നമുക്കുള്ളത്? ദൈവമക്കളെ, ഈ മനുഷ്യർ കാണിച്ചു തന്നതായ ഒരു മാതൃക
അവർ യേശുവിൻ്റെ അടുക്കിലേക്ക് ഈ മനുഷ്യനെ കൊണ്ടുപോയി. യേശു മഹാത്ഭുതം പ്രവർത്തിക്കുന്നതിനുള്ള ഒരു മുഖാന്തരമായി അത് മാറി. ദൈവമക്കളെ, നാം യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നാൽ, നാം യേശുവിനെ തന്നെ നോക്കിക്കൊണ്ട് യാത്ര ചെയ്താൽ അനേക അത്ഭുതങ്ങൾ നമ്മിൽ നിന്നുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ചെയ്യും. ജനം ആശ്ചര്യപ്പെടുവാൻ തക്കവണ്ണം, അത്ഭുത കാര്യങ്ങളെ കണ്ടു എന്ന് പറയുവാൻ തക്കവണ്ണം, അപൂർവ കാര്യങ്ങളെ കണ്ടു എന്ന് പറയുവാൻ തക്കവണ്ണം ജനത്തിന് ഇടയായി തീരുന്നത് നാം ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോഴാണ്, നാം മനുഷ്യരുടെ അടുക്കിലേക്ക് ചെല്ലുമ്പോഴല്ല. വീണ്ടും നമുക്ക് വായിക്കാം. ആ മനുഷ്യർ 4 പേരും കൂടെ അവൻ്റെ അടുക്കൽ വന്ന് നിന്നു. എല്ലാവരും ഓടുന്നുണ്ട്. വേഗം ചെന്നാലേ ഒരുപക്ഷെ വീടിൻ്റെ അകത്ത് പോലും കയറാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ വൈകി കഴിഞ്ഞാൽ പിന്നെ വീടിൻ്റെ പുറത്തു നിന്ന് കേൾക്കേണ്ടി വരും. അപ്പോൾ അകത്ത് നിന്ന് യേശു സംസാരിക്കുമ്പോൾ പുറത്ത് അത്ര കൃത്യമായിട്ടൊന്നും കേൾക്കണമെന്നില്ല. ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. എങ്കിലും ഇവർ ധൈര്യം സംഭരിച്ച് അവരവിടെ നിൽക്കുകയാണ്. ആ മനുഷ്യന്റെ കിടക്കയുടെ 4 മൂലക്കിലായി ഇവർ പിടിച്ച് അവനെയും കൊണ്ടാണ് പോകുന്നത്. നോക്കൂ, അങ്ങനെ പോകുമ്പോൾ ഇവരുടെ യാത്രയ്ക്ക് സ്പീഡ് കുറവാ. മറ്റുള്ളവർ ഓടുന്ന പോലെ ഓടാനൊന്നും പറ്റില്ല. നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ആ വാക്യം, 4-ാം വാക്യം വായിക്കാം. പുരുഷാരം നിമിത്തം അവനോട് സമീപിച്ചുകൂടായികയാൽ അവൻ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽപ്പുര പൊളിച്ച് തുറന്ന് പക്ഷവാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു. നമ്മൾ ചിന്തിച്ചാൽ ഒരു പക്ഷേ സാധ്യമായ കാര്യമല്ല, വളരെ അസാധ്യമായ ഒരു കാര്യമാണ് ഇവർ ചെയ്തത്. കാരണം ഇവർ ഈ 4 പേര് കൂടി ഈ മനുഷ്യനെ കിടക്കയോടെ എടുത്തുകൊണ്ട് വന്ന് ആ വീടിൻ്റെ അടുത്ത് എത്തിച്ചപ്പോൾ ആ വീടിൻ്റെ അടുത്ത് വരെ ചെല്ലാൻ പാടില്ലാത്ത രീതിയിൽ ജനത്തിരക്ക്, അത്രയ്ക്ക് ജനത്തിരക്കാണ്. ദൈവമക്കളെ, ഇവനെ അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല. അവിടെ നിൽക്കുന്ന പുരുഷാരം ഒന്ന് ചിന്തിക്കണം. യേശുവിന് ചുറ്റും നിൽക്കുന്ന, യേശുവിൻ്റെ വചനം കേൾക്കാൻ കൂടി വന്നിരിക്കുന്ന, യാതൊരു തരത്തിലുള്ള അംഗവൈകല്യങ്ങളോ ശാരീരിക ബുദ്ധിമുട്ടുകളോ ഇല്ലാത്ത മനുഷ്യർ ഈ പാവപ്പെട്ട ഒരു മനുഷ്യന് യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലാൻ തടസ്സമായിട്ട് നിൽക്കുകയാണ്. അവർ ആ വാതിൽക്കലും അവർ അതിൻ്റെ ചുറ്റുപാടും തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഈ മനുഷ്യന് യേശുവിനെ കാണാൻ സാധിക്കുന്നില്ല. ഇന്ന് പലപ്പോഴും യേശുവിൻ്റെ പിന്നാലെ പോകുന്നു എന്ന് പറയുന്ന ആളുകളുടെ വാക്കുകൾ, ആളുകളുടെ പ്രവൃത്തികൾ, അങ്ങനെയുള്ളവരുടെ ചില പ്രസംഗങ്ങൾ, അങ്ങനെയുള്ളവരുടെ ചിലരുടെ ചില പ്രവൃത്തികളൊക്കെ യേശുവിനെ കാണുന്നതിൽ നിന്ന് സാധാരണക്കാരായ പാവപ്പെട്ട ജനത്തെ തടയുന്നുണ്ട്. അവരൊരു പക്ഷേ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിൻ്റെ ആ പകിട്ടുകൊണ്ടായിരിക്കാം, അവരിരിക്കുന്ന സ്ഥാനത്തിൻ്റെ മഹിമ കൊണ്ടായിരിക്കാം, പാവപ്പെട്ട സാധാരണക്കാരൻ യേശുക്രിസ്തുവിനെ കാണുന്നതിൽ നിന്ന് അതെല്ലാം വിലക്കിക്കളയുകയാണ്. അവർ മറ്റു പലതും കണ്ടുപോകുന്നുണ്ട്. മനോഹരങ്ങളായ പള്ളിക്കെട്ടിടങ്ങൾ കണ്ടുപോകുന്നുണ്ട്, നല്ല വസ്ത്രം ധരിച്ചവരെ കാണുന്നുണ്ട്, നല്ല സ്ഥാനമാനത്തിരിക്കുന്നവരെ കാണുന്നുണ്ട്. എല്ലാം ശരിയാണ്. ഇപ്പൊ കൂട്ടായ്മയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ദൈവമക്കളെ കാണുന്നുണ്ട്, അവരുടെ പ്രസംഗം കാണുന്നുണ്ട്, അവർ വലിയ സ്റ്റേജുകളിലൊക്കെ നിന്ന് വലിയ കൂട്ടത്തിൽ ജനത്തോടെ പ്രസംഗിക്കുന്നത് കാണുന്നുണ്ട്. എല്ലാം ശരിയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, പലപ്പോഴും പാവപ്പെട്ട ജനം യേശുവിലേക്ക് കടന്നു വരുന്നതിന് തടസ്സമായി തീരുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ഒരു ചിന്ത, നമ്മുടെ ഒരു പ്രവൃത്തി, നമ്മുടെ ഒരു വാക്ക് ദൈവമക്കളെ മറ്റുള്ളവരെ യേശുക്രിസ്തുവിൽ നിന്ന് അകറ്റുന്നുണ്ടോ? യേശുവിനെ കാണാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് മറ്റുള്ളവർക്ക് കടന്നു വരാനുള്ളതായ സാഹചര്യം നമ്മൾ ഇല്ലാതാക്കുന്നുണ്ടോ? ഇത് നമ്മളൊന്ന് ചിന്തിക്കണം. ഇവർക്ക് മനസ്സിലായി, മനുഷ്യരെ മാറ്റി നിർത്തിയിട്ട് ഇനി യേശുവിൻ്റെ അടുക്കിലേക്ക് ഇവനെ കൊണ്ടുവയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു പക്ഷേ ആ വീടിൻ്റെ ഉടമസ്ഥനായ പത്രോസ്, അല്ലെങ്കിൽ പത്രോസ് ആണെങ്കിൽ പത്രോസിൻ്റെ വീടാണെങ്കിൽ പത്രോസ്, അല്ലെങ്കിൽ ആ വീടിൻ്റെ ഉടമസ്ഥൻ അവൻ എവിടെയുണ്ടെന്ന് ഇവരൊന്ന് നോക്കി കണ്ടിട്ട് ചോദിച്ചു. അതിൻ്റെ മേളിൽ ഒരു മേൽപ്പുരയുണ്ട്, ഈ വീടിൻ്റെ മേളിൽ ഒരു മേൽപ്പുരയുണ്ട്, അതിലേക്ക് കയറി പോകാം. ഇവര് അത് പൊളിച്ച് ഇവനെ യേശു ഇരിക്കുന്നിടത്തേക്ക് ഇറക്കി വെക്കട്ടെ എന്ന് അവർ ഒരുപക്ഷെ ചോദിച്ചു. ദൈവമക്കളെ, ആ വീട്ടുകാരൻ്റെ ആ മനസ്സ് എത്ര വലുതാണെന്ന് തോന്നുന്നു. നോക്കൂ, നമ്മളാണെങ്കിൽ സമ്മതിക്കൂ? നമ്മളാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ മേൽപ്പുര പൊളിച്ച് അതിൻ്റെ അകത്തേക്ക് ഈ മനുഷ്യനെ ഇറക്കി വെക്കുവാൻ തക്കവണ്ണമുള്ളതായ ഒരു മനസ്സ് നമുക്കുണ്ടോ? പക്ഷെ ഏതായാലും ആ വീട്ടിലുള്ള മനുഷ്യൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവനായിരുന്നു, യേശുവിനെ പ്രതി എന്തും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നു. അവന്റെ വീട് അവൻ യേശു ക്രിസ്തുവിന് കൊടുത്തതായിരുന്നു. അതുകൊണ്ടല്ലേ യേശുവിനെ കാണാൻ വന്ന, യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്ന ഒരു മനുഷ്യനെ ആ യേശുവിൻ്റെ അടുക്കൽ എത്തിക്കുന്നതിന് വേണ്ടി വീടിന്റെ മേൽപ്പുര പൊളിക്കണമെങ്കിൽ പൊളിച്ചോളൂ എന്ന് അവൻ ധൈര്യത്തോടെ പറഞ്ഞു കൊടുത്തത്. നമ്മൾ എന്തൊക്കെ ക്രിസ്തുവിന് വേണ്ടി ത്യജിച്ചിട്ടുണ്ട്? നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നമ്മൾ ക്രിസ്തുവിന് വേണ്ടി വിട്ടുകൊടുത്തിട്ടുണ്ട്? നമ്മുടെ 24 മണിക്കൂർ സമയമുണ്ടല്ലോ ഒരു ദിവസം. ഈ 24 മണിക്കൂർ സമയത്തിൽ എത്ര നേരം, എത്ര സമയം കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി നമ്മൾ വിട്ടുകൊടുത്തിട്ടുണ്ട്? കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ എത്ര സമയം എടുക്കുന്നുണ്ട്? നമ്മൾ ഈ തിരുവചനം വായിക്കാൻ എത്ര സമയം എടുക്കുന്നുണ്ട്? മറ്റുള്ളവരോട് ഈ യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ അനുഭവിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ നമ്മൾ എത്ര സമയം ചെലവഴിക്കുന്നുണ്ട്? ദൈവമക്കളെ, ഇതെല്ലാം നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ് കേട്ടോ. ഇങ്ങനെ നമ്മളങ്ങ് ജീവിച്ചു പോവുകയാണ്. ഓരോ ദിവസവും നല്ല തിരക്കുകൾ, ജോലിയുടെ തിരക്കുകൾ, പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടം, അല്ല രോഗം വന്നാൽ അത് ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടം, ഇതൊന്നും ചെയ്യേണ്ടെന്നല്ല. പക്ഷേ ഇതിനിടയിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്, കർത്താവായ യേശു ക്രിസ്തുവിന് ആത്മാക്കളെ നേടുന്നതിന് വേണ്ടി നമ്മൾ എത്ര സമയം ചെലവഴിക്കുന്നുണ്ട്?
എന്തെല്ലാം നമ്മൾ ത്യജിക്കാൻ തയ്യാറാണ്? നമ്മൾ എത്ര പണം മുടക്കുന്നുണ്ട്? നമ്മൾ മറ്റുള്ളവരെ വിളിച്ചുകൊണ്ട് വരുവാൻ വേണ്ടി ആ മറ്റുള്ള പാവപ്പെട്ട ജനത്തെ, ക്രിസ്തുവിനെ അറിയാത്ത ജനത്തെ ഈ യേശു ക്രിസ്തുവിൻ്റെ ജീവനുള്ള വചനത്തിൻ്റെ മുമ്പിലേക്ക് വിളിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി നമ്മൾ എത്ര പേർ അധ്വാനിക്കുന്നുണ്ട്? നമുക്ക് പലപ്പോഴും ഈ മനുഷ്യൻ ഒരു മാതൃകയാണ്. അവർ വീടിൻ്റെ മേൽപ്പുര പൊളിച്ചു, ഒരു കയറിലായകാം ഈ കിടക്കയോടുകൂടി ഈ മനുഷ്യനെ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ഇറക്കി വെച്ചു. ആളുകൾ നോക്കുമ്പോൾ, ആ വീടിൻ്റെ അകത്തിരിക്കുന്നവർ നോക്കുമ്പോൾ മേൽപ്പുര പൊളിഞ്ഞു, വെയിലടിക്കുന്നുണ്ട്. നോക്കി ഇത് എന്ത് പറ്റി? അപ്പോൾ കുറച്ച് ആളുകൾ ആ മേളിൽ നിൽക്കുന്നുണ്ട്, അവരെന്തൊക്കെയോ ചെയ്യുന്നു. അല്പനിമിഷത്തിനുള്ളിൽ ഇതാ ഒരു മനുഷ്യനെ ഒരു കിടക്കയോടുകൂടി ഈ യേശു ക്രിസ്തുവിൻ്റെ മുന്നിലേക്ക് ഇറക്കി വെക്കുകയാണ്. അവൻ ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ, അവൻ്റെ കിടക്കയോടുകൂടി ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ യേശുവിൻ്റെ മുന്നിൽ തൊട്ട് ചേർന്ന് നിന്ന മനുഷ്യനൊക്കെ അങ്ങ് മാറി ആ യേശുവിൻ്റെ മുമ്പിലേക്ക് ആ മനുഷ്യൻ വന്നിരുന്നു. നോക്കൂ, കിടക്കയോടെ കിടക്കുന്ന ഒരു മനുഷ്യൻ. യേശു ആ മനുഷ്യൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കാണും. തുടർന്ന് യേശു നോക്കിയത് ഇവൻ എങ്ങനെ ഇവിടെ എത്തി. നോക്കിയപ്പോൾ 4 പേര്. അവര് ആ യേശുവിൻ്റെ അടുക്കിലേക്ക് ഇവനെ കൊണ്ടുവന്നവർ, ആ 4 പേര് ആ ഓട് പൊളിച്ച് അല്ലെങ്കിൽ ആ മേൽപ്പുര പൊളിച്ച് മുകളിൽ നിന്ന് താഴേക്ക് നോക്കുകയാണ്. എന്ത് ചെയ്യാൻ പോകുന്നു, എന്ത് നടക്കാൻ പോകുന്നു? യേശു അവരുടെ മുഖത്തേക്ക് നോക്കി. അവരുടെ വിശ്വാസം യേശു കണ്ടു. നാം വായിക്കുന്നത് അങ്ങനെ തന്നെയാണ്. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവമക്കളെ, ഇതാണ് ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം അല്ലെങ്കിൽ വാക്യം എന്ന് പറയുന്നത്. ആ യേശു ആ 4 പേരുടെ മുഖത്തേക്ക് നോക്കി, അവരുടെ വിശ്വാസം കണ്ടു. അവർ ആ യേശുവിൻ്റെ വചനം കേൾക്കാൻ വേണ്ടി ആ വഴിയരികിലൂടെ ഓടി വരുന്നതും, അപ്പോൾ ഈ വഴിയരികിൽ ഈ മനുഷ്യൻ കിടക്കുന്നതും, ആ മനുഷ്യനെ കണ്ടപ്പോൾ അവനോട് മനസ്സലിഞ്ഞ് അവനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുപോയാൽ യേശു ഒരു പരിഹാരം അവന് കൊടുക്കും, അവൻ്റെ രോഗത്തിന് സൗഖ്യം കിട്ടും എന്നുള്ളതായ അവരുടെ ഹൃദയത്തിലുള്ള ആ വിശ്വാസം അവർക്കുണ്ടായതും അവർ അവനെ കൂട്ടിക്കൊണ്ടു വന്നതും കർത്താവായ യേശു ക്രിസ്തു കണ്ടു, ഗ്രഹിച്ചു. ഈ 4 മനുഷ്യരുടെ വിശ്വാസം യേശു കണ്ടു. എന്ത് ചെയ്തു? ആ 4 പേരുടെ വിശ്വാസത്തെ പ്രതി കർത്താവായ യേശു ക്രിസ്തു ഈ മനുഷ്യനോട് പറയുകയാണ്, പറഞ്ഞത് നിന്റെ രോഗം സൗഖ്യമായിരിക്കുന്നു എന്നല്ല, നീ എഴുന്നേറ്റ് നടക്ക എന്നല്ല യേശു അവനോട് പറഞ്ഞത്. അവനോട് പറഞ്ഞത് ഇതാണ്, പക്ഷപാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ അപൂർവ കാര്യം എന്ന് പറയുന്നത്, ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടു. ഇതുപോലൊരു കാര്യം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ജനം ഭയപ്പെട്ടു, ജനം ആശ്ചര്യപ്പെട്ടു എന്നെല്ലാം ഈ 3 വേദഭാഗത്തും അത് അവസാനിക്കുന്ന സമയത്ത് എഴുതി വച്ചിരിക്കുന്നത് നമുക്ക് വായിക്കാൻ സാധിക്കും. ദൈവമക്കളെ, എന്താണ് ഈ അത്ഭുത കാര്യം? അത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് പാപം മാറുന്നതാണ്. ഇത് എത്ര ക്രിസ്ത്യാനികൾക്ക്, ക്രിസ്തു ഭക്തർക്ക്, ഈ ക്രിസ്തീയ സഭയിൽ ജനിച്ചിട്ടുള്ള എത്ര പേർക്ക് ഈ പരമസത്യം അറിയാം? മനുഷ്യന്റെ ജീവിതത്തിലെ എന്നത്തെയും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവന്റെ ജീവിതത്തിലെ പാപമാണ്. പാപം. ദൈവമക്കളെ, പാപത്തെ വിട്ടിട്ട്, പാപത്തെ മാറ്റിവെച്ചിട്ട് ഒരു ക്രിസ്തീയ ജീവിതമില്ല. പാപം ഉപേക്ഷിക്കാതെ ഒരു ക്രിസ്തീയ ജീവിതമില്ല. പാപം നമ്മുടെ ജീവിതത്തിൽ വെച്ചുകൊണ്ടുള്ളതായ ഒരു ക്രിസ്തീയ ജീവിതമില്ല. പാപമാണ് ഇന്ന് ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ആ ക്രിസ്തുവിനോട് കൂടെ പോകുന്നതിനുള്ളതായ തടസ്സം. പല രോഗത്തിൻ്റെയും കാരണം പാപമാണ്. എല്ലാ രോഗത്തിൻ്റെയും അല്ല. ഈ മനുഷ്യന്റെ രോഗത്തിന്റെ കാരണം പാപമായിരുന്നിരിക്കണം. അതുകൊണ്ടാണല്ലോ കർത്താവ് അവനോട് പറഞ്ഞത്, നിന്റെ പാപം മോചിച്ചു തന്നിരിക്കുന്നു എന്ന്. ഈ മനുഷ്യന് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം, പാപമോചനം കൊടുക്കാൻ കഴിവുള്ളതായ, ഏക പാപമോചനദാതാവായ, പാപമോചിക്കാൻ കഴിവുള്ളതായ യേശുക്രിസ്തുവിന്റെ അടുക്കൽ ഇവന് വരുവാനും യേശുവിന്റെ നാവിൽ നിന്ന് നേരിട്ട് അവന്റെ പാപം മോചിച്ച് കിട്ടിയെന്ന് കേൾക്കുവാനുള്ളതായ ഭാഗ്യം, ആ പാപം മോചിച്ച് കിട്ടിയ അനുഭവത്തിൽ എഴുന്നേൽപ്പാനുള്ള ഭാഗ്യം കിട്ടി എന്നുള്ളതാണ്. അതാണ് അവിടെ നടന്ന അപൂർവ കാര്യം എന്ന് പറയുന്നത്. ജനം ഇതുവരെയും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ ആ അത്ഭുത കാര്യം എന്ന് പറയുന്നത് ആ മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് പാപം മാറിക്കിട്ടി, പാപം മോചിച്ചു കൊടുത്തു എന്നുള്ളതാണ്. ദൈവമക്കളെ, ഞാൻ വ്യക്തമായിട്ട് നിങ്ങളോട് ചോദിച്ചോട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ എത്ര വയസ്സ് പ്രായമുണ്ട്? ഈ ഇത്രയും പ്രായത്തിനിടയിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നതായ പാപം മുഴുവനും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ മോചിച്ച് കിട്ടി എന്നുള്ളതായ ഒരു പൂർണ്ണ ഉറപ്പ്, ഒരു ഉറച്ച വിശ്വാസം ഈ തിരുവചനപ്രകാരം നമ്മൾ നേടിയിട്ടുണ്ടോ? ഇല്ല എങ്കിൽ വലിയ നഷ്ടമാണ് ദൈവമക്കളെ. ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ളതായ പാപമോചനം, ആ പാപം കഴുകി കിട്ടുന്നതായ അനുഭവം ലഭിച്ചില്ല എങ്കിൽ ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്ന വ്യക്തിയും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. കാരണം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനുള്ളതായ അടിസ്ഥാന യോഗ്യത പാപമോചനമാണ്. പാപം മാറുക എന്നുള്ളതാണ്. യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ളതായ ആ പാപമോചനം,
അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ വന്നതായ പ്രവർത്തികളിൽ, നമ്മുടെ ഓർമ്മ വെച്ച കാലം മുതൽ വന്നിട്ടുള്ള ചിന്തകളിൽ വന്നിട്ടുള്ളതായ പാപങ്ങൾ, നമ്മുടെ ഹൃദയത്തിലെ നിരൂപണങ്ങളിൽ വന്നിട്ടുള്ളതായ പാപങ്ങൾ, നമ്മുടെ വായിലെ വാക്കുകളിൽ കൂടി വന്നിട്ടുള്ളതായ പാപങ്ങൾ, ഒരു മനുഷ്യന്റെ സമസ്ത ജീവിതത്തിൽ വന്നിട്ടുള്ള സകല പാപങ്ങളും കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽപാദത്തിങ്കൽ കൊണ്ടുവന്ന് ആ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ അതിനുള്ളതായ മോചനം ലഭിച്ചിട്ടില്ല എങ്കിൽ ദൈവമക്കളെ വലിയ നഷ്ടമാണ്, വലിയ നഷ്ടമാണ്. നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ദൈവമക്കളെ, പാപമോചനത്തിനുള്ളതായ വഴി കർത്താവായ യേശുക്രിസ്തു കാൽവറി ക്രൂസിൽ തുറന്നു കഴിഞ്ഞു. യേശുക്രിസ്തുവിന്റെ ശരീരത്തിലെ അവസാന തുള്ളി രക്തവും ആ കാൽവറി ക്രൂസിൽ യേശു ഒഴുക്കി. എന്തിനു വേണ്ടി? എന്റെയും ഈ വചനങ്ങളെ കേൾക്കുന്ന, ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്ന സകല പാപങ്ങളും കഴുകുന്നതിന് വേണ്ടി, പരിഹരിക്കുന്നതിന് വേണ്ടി, മോചിക്കുന്നതിന് വേണ്ടി. ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്ന വ്യക്തി, വിളിക്കപ്പെടുന്ന വ്യക്തി യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യാനി ആകുന്നത് എപ്പോഴാണ്? അവന്റെ ജീവിതത്തിലെ പാപം കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ മോചിച്ച് കിട്ടുമ്പോഴാണ്. ഒരു മനുഷ്യൻ എപ്പോഴാണ് സ്വർഗരാജ്യത്തിന്റെ ഉടയവനായി തീരുന്നത്? അവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുന്നത് അവന്റെ ജീവിതത്തിൽ വന്ന സകല പാപങ്ങളും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകി കിട്ടുമ്പോഴാണ്. ഈ ഭൂമിയിൽ ഞാൻ 14-15 വയസ്സ് വരെ ദൈവവിശ്വാസത്തിൽ, നല്ല ഉറച്ച വിശ്വാസത്തിൽ ജീവിച്ചു. എന്ത് ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ പള്ളി ഭക്തിയായിരുന്നു അതുകൊണ്ടായിരുന്നത്. അന്ന് അറിയാമായിരുന്നതായ ആ ദൈവവിശ്വാസം എന്ന് പറയുന്നത് എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോവുക, ആരാധനയിൽ പങ്കെടുക്കുക, ആ ചെറുപ്പകാലങ്ങളിലാണെങ്കിൽ സൺഡേ സ്കൂളിൽ പഠിക്കുക. ഇതൊക്കെ ആയിരുന്നു എനിക്കറിയാമായിരുന്ന ഭക്തിയുടെ വഴികൾ, അഥവാ എനിക്കറിയാവുന്ന ക്രിസ്തീയ ജീവിതം. എന്നാൽ ദൈവമക്കളെ, ഈ ഒരു 15 വയസ്സോട് അടുത്തതായ സമയത്ത് ദൈവമില്ല എന്നുള്ള ചിന്ത ഹൃദയത്തിൽ കടന്നുകൂടുകയും അങ്ങനെ പള്ളിയിൽ പോക്കും ആത്മീയമായ പരിപാടികൾ എന്ന് ഞാൻ അതുവരെ കരുതിയിരുന്ന എല്ലാ പരിപാടികളും ഞാൻ നിർത്തുകയും ചെയ്തു. പിന്നീട് ഞാൻ പള്ളിയിലൊന്നും എൻ്റെ ആരാധനയ്ക്കായിട്ടോ മറ്റാവശ്യങ്ങൾക്കോ പോകാറില്ല. ആരെങ്കിലും മരിച്ചാൽ അവരെ അടക്കുന്നതിന് വേണ്ടി, ഏതെങ്കിലും കുഞ്ഞിൻ്റെ മാമോദീസയ്ക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അതിനുവേണ്ടി, അതിനപ്പുറത്തേക്ക് പള്ളിയുമായി എനിക്കൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. ഞാനിട്ട് പോയിട്ടുമില്ല. അന്ന് എന്നെ ആരും ചോദ്യം ചെയ്തിട്ടില്ല, ആർക്കും ഇതൊട്ട് അറിയാനും പാടില്ലായിരുന്നു. എന്നാൽ ദൈവമക്കളെ, എൻ്റെ 19-ാമത്തെ വയസ്സിൽ 96-97 കാലഘട്ടത്തിൽ ദൈവനാമം മഹത്വപ്പെടട്ടെ, ഈ കൂട്ടായ്മയിൽ വന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ ഒരു ഭാഗ്യം ലഭിച്ചു. അന്ന് എൻ്റെ ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിൽ വലിയ പ്രതിസന്ധിയിലൂടെ, എൻ്റെ സ്വഭാവ ദൂഷ്യം കൊണ്ട് വലിയ പ്രതിസന്ധിയിലൂടെ ഞാൻ കടന്നു പോകുന്ന സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വചനത്തിന് വേണ്ടി പലരും എന്നെ നിർബന്ധിച്ചപ്പോൾ ഒരു ദിവസം ഒന്ന് പോയേക്കാം എന്നുള്ള ചിന്തയിൽ ഞാൻ കടന്നു വന്നതാണ്. ദൈവമക്കളെ, അന്ന് ഞാൻ ഈ വചനത്തിൽ കൂടെ കേട്ടു, എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തി എനിക്ക് നല്ല ഭാവി തരുവാൻ ശക്തിയുള്ളതായ ഒരു യേശുക്രിസ്തു ജീവിക്കുന്നുവെന്ന്. അതുവരെ ദൈവവിശ്വാസം ഇല്ലാതിരുന്ന എൻ്റെ ഉള്ളിൽ അതൊന്ന് പരീക്ഷിക്കണമെന്ന് തോന്നി. അവിടെ വെച്ച് ഞാൻ മറ്റാരെയും നോക്കാതെ എൻ്റെ മുട്ടുകളെ മടക്കി ഞാൻ ആദ്യമായിട്ട് ഇപ്രകാരം പ്രാർത്ഥിച്ചു: യേശുവേ, അവിടുന്ന് ദൈവമാകുന്നുവെങ്കിൽ, ദൈവമാണെന്ന് എനിക്കൊരു വിശ്വാസവുമില്ല, എങ്കിലും ഇപ്പോൾ ഈ കേട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ യേശു ദൈവമാകുന്നുവെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എനിക്കൊരു നല്ല ഭാവി തരാമോ? ദൈവമക്കളെ, ഈ ഭൂമിയിലുള്ള എൻ്റെ ഭൗതികമായ ആവശ്യങ്ങളെ ബന്ധപ്പെടുത്തിയാണ് ഞാൻ ഈ വചന ശുശ്രൂഷയ്ക്ക് പോയത്. എന്നാൽ ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞ് പ്രാർത്ഥിച്ച് എൻ്റെ ഭവനത്തിലേക്ക് പോന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, പിന്നീടുള്ളതായ എൻ്റെ ഓരോ ദിവസവും, ഞാൻ ഓരോ നിമിഷവും ഈ ഭൂമിയിൽ അതുപോലെ, ആ പഴയതുപോലെ അല്ല ജീവിച്ചത്. അന്ന് മുതൽ ഞാൻ ആള് മാറി, എൻ്റെ സ്വഭാവം മാറി. എനിക്ക് മനസ്സിലായി എൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസം വന്നു. ദൈവമക്കളെ, ഞാനിത് മനഃപൂർവ്വം ചെയ്തതല്ല. എനിക്ക് പാപം ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് മാറി. ഞാൻ വേണ്ടാത്തത് ചിന്തിക്കണമെന്ന് ആഗ്രഹിച്ചാലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ എൻ്റെ ജീവിതത്തിൽ അതുവരെ ഞാൻ കൊണ്ടുവന്നതായ, പരിശീലിച്ചതായ പല പാപ സ്വഭാവങ്ങളും ഞാൻ പോലും അറിയാതെ എന്നിൽ നിന്ന് വിട്ടുമാറിയത് എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. അങ്ങനെ യേശുക്രിസ്തുവിന്റെ ഒരു സാന്നിധ്യം എൻ്റെ കൂടെ ഒരു വ്യക്തി നടക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ദൈവമക്കളെ, അത് ഞാൻ അനുഭവിക്കാനായിട്ട് തുടങ്ങി. അന്ന് മുതൽ യേശുക്രിസ്തുവിനോട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ എന്തെല്ലാം വിഷയങ്ങൾ യേശുവിനോട് പ്രാർത്ഥിച്ചുവോ അതെല്ലാം കൃത്യമായി എൻ്റെ ജീവിതത്തിൽ നടക്കുവാനായിട്ട് തുടങ്ങി. ഈ വചനം പിന്നീട് തുടർച്ചയായി കേട്ടു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എൻ്റെ ജീവിതത്തിലും ഒരു പ്രയാസമുണ്ട്, ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഇന്ന് ഇതുവരെയും എൻ്റെ ജീവിതത്തിൻ്റെ ഈ 19 വയസ്സ് വരെയും ചെയ്തു കൂട്ടിയതായ, ചിന്തിച്ചു കൂട്ടിയതായ, ആലോചിച്ചു കൂട്ടിയതായ, പറഞ്ഞു കൂട്ടിയതായ പാപങ്ങൾ മുഴുവൻ എൻ്റെ തലമേൽ നിൽക്കുന്നു എന്ന് ആ പരമസത്യം ഈ വചനത്തിൽ കൂടെ ഞാൻ മനസ്സിലാക്കി. എന്നാൽ ആ വചനത്തിൽ ഞാൻ പതറിയില്ല. കാരണം ആ വചന ശുശ്രൂഷയിൽ തന്നെ പറഞ്ഞു, ആ പാപത്തിനൊരു പരിഹാരമുണ്ട്. എത്ര വലിയ പാപം എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിലും, എത്ര വർഷം പഴക്കമുള്ള പാപമാണ് എൻ്റെ ജീവിതത്തിൽ ഉള്ളതെങ്കിലും, എല്ലാറ്റിനും പരിഹാരമായി യേശുക്രിസ്തുവിന്റെ രക്തം ഇന്നും ഗുണകരമായി സംസാരിക്കുന്നു. ആ
ആ യേശുവിൻ്റെ കരങ്ങളിലേക്ക് വിശ്വാസത്തോടെ ജീവിതം ഏൽപ്പിച്ചു കൊടുത്താൽ പാപം മാറും, പാപത്തിന് പരിഹാരം കിട്ടുമെന്നുള്ളതായ വചനം എൻ്റെ ഹൃദയത്തെ ആശ്വസിപ്പിച്ചു. ഞാൻ എൻ്റെ ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു. എൻ്റെ പാപങ്ങൾ, എൻ്റെ ഓർമ്മയിൽ വന്നതെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിനോട് ഞാൻ ഏറ്റുപറയാൻ തുടങ്ങി. ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശു ക്രിസ്തു എന്നോട് സംസാരിച്ചത് എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. എൻ്റെ പാപം മോചിച്ച് കിട്ടിയെന്നുള്ള, എൻ്റെ പാപം മാറിക്കിട്ടിയെന്നുള്ളതായ ഒരു മഹാത്ഭുതം എൻ്റെ ജീവിതത്തിൽ നടന്നു. പിന്നീട് അത് തെളിഞ്ഞത് എങ്ങനെയാണെന്നറിയാമോ? പിന്നെ എനിക്ക് ആ പാപം ചെയ്യാൻ തോന്നിയിട്ടില്ല. എനിക്ക് ആ പാപത്തോട് വെറുപ്പ്, അതുവരെ ഞാൻ ശീലിച്ചതായ പാപം, അതൊരു വെറുപ്പും അറുപ്പുമായിട്ട് ഒരു മനുഷ്യന്റെ ഛർദിയിലേക്കോ ഒരു വിസർജ്യത്തിലേക്കോ നമ്മൾ നോക്കാൻ ആഗ്രഹിക്കുമോ? അതുപോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അതുവരെ ഏറ്റവും ഇഷ്ടപ്പെട്ട് ഏറ്റവും പ്രിയപ്പെട്ട് കൊണ്ടു നടന്നതായ ആ പാപങ്ങളൊക്കെ എനിക്ക് അറപ്പും വെറുപ്പുമായി തീർന്നു. എനിക്ക് മനസ്സിലായി, യേശു ക്രിസ്തു ജീവിക്കുന്നു, എൻ്റെ പാപം മോചിക്കുന്നു. ദൈവമക്കളെ, ഇതാണ് മഹാത്ഭുതം എന്ന് പറയുന്നത്. ആ മനുഷ്യർ അന്ന് കണ്ട മഹാത്ഭുതം എന്ന് പറയുന്നത് അവൻ്റെ രോഗസൗഖ്യമായതല്ല, അവൻ്റെ പാപം മോചിച്ച് കിട്ടിയതാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഈ പാപമോചനത്തിന്റെ ഒരു അനുഭവം, ഇതുവരെയും നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള സകല പാപങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ മോചിച്ച് കിട്ടുന്ന ആ മഹാത്ഭുതത്തിലേക്ക്, ഒരു സ്വർഗരാജ്യത്തിന്റെ ഉടയവനായി തീരുന്ന ഒരു മഹാത്ഭുതത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും വരണ്ടേ? മരണശേഷം നിത്യതയിൽ എത്തണ്ടേ? കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ നിത്യ സൗഭാഗ്യ തീരത്തിൽ എത്തണ്ടേ? ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ആ അപ്പോസ്തലന്മാർ പ്രസംഗിച്ചതായ ആ വചനം, പാപമോചനം നൽകുന്ന ക്രിസ്തുവിന്റെ വചനം നമ്മുടെ ഹൃദയത്തിലും പ്രവർത്തിക്കണ്ടേ? നമ്മുടെ പാപം മോചിച്ച് കിട്ടണ്ടേ? സ്വർഗരാജ്യത്തിന്റെ ഉടയവരായി നിങ്ങൾക്ക് തീരണ്ടേ? ദൈവമക്കളെ, അതിന് ഇന്നൊരു അവസരമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഈ കൂട്ടായ്മ നിലനിൽക്കുന്നത്. ആ പരമസത്യം ജനത്തോട് വിളിച്ചറിയുക എന്നുള്ള ഏക ലക്ഷ്യം, ആ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഈ കാൽവരി പ്രയർ ഫെലോഷിപ്പിന് ഉള്ളൂ. ദൈവമക്കളെ, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന സകല പാപങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത്, യേശുവേ, നിന്റെ തിരുരക്തത്താൽ എന്റെ പാപം കഴുകിത്തരണമേ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പാപം മോചിച്ചു കിട്ടും. നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതും. മരിക്കുമ്പോൾ ദൈവരാജ്യത്തിൽ എത്തുന്ന മഹാത്ഭുതം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. ഇതൊരു ആനന്ദമുള്ള ജീവിതമാണ്, ഇതൊരു സന്തോഷമുള്ള ജീവിതമാണ്, ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ജീവിതമാണ്. ദൈവമക്കളെ, നിങ്ങൾക്കിത് വേണമോ? നിങ്ങൾക്ക് ഈ അനുഭവം ലഭ്യമാകണമോ? നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കാവോ? ഒന്ന് യേശു ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുത്തു നോക്കാമോ? എങ്കിൽ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നമ്മുടെ തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ജീവിതത്തിൽ ഇതുവരെയും പാപം മോചിച്ച് കിട്ടിയിട്ടില്ലാത്ത, പാപമോചനത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്ത കർത്താവെ, നിന്റെ കരങ്ങളിലേക്ക് ജീവിതം ഇപ്പോൾ സമർപ്പിക്കാൻ മനസ്സുള്ള ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിലേക്ക് അടിയങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, നിന്റെ സന്നിധിയിലേക്ക് പാപമോചനത്തിനായി ജീവിതം സമർപ്പിച്ച, സ്വർഗരാജ്യത്തിൽ എത്തുന്നതിന് വേണ്ടി തങ്ങളുടെ ജീവിതത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവരുടെ പാപം മോചിക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലുള്ളതായ സകല തെറ്റുകളും കുറ്റങ്ങളും എല്ലാം ക്ഷമിച്ച് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട ഒരു ഹൃദയത്തിന്റെ ഉടമസ്ഥരായി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഭൂമിയിൽ ജീവിപ്പാൻ ഭാഗ്യം തരണമേ. സകല നന്മകളാലും നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ.